നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 1000 രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിൽ എത്താത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം എന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം നമുക്ക് നോക്കാം. ഇതെല്ലാം നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് മാർച്ച് മാസത്തിലെ 1000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക്. എന്നാൽ അപ്രൂവൽ മെസ്സേജ് വരാത്ത ആളുകൾക്കും വന്ന ആളുകൾക്കും എങ്ങനെയാണ് നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായി നോക്കാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ആകെപ്പാടെ ആവശ്യമുള്ളത് ഒന്നിൽ നമ്മുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള അപേക്ഷ നമ്പർ, അതല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ID നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരാം. ഈ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അവിടെ അറിയാൻ സാധിക്കുക. അവിടെ മുകളിൽ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി തിരച്ചിൽ വിവരങ്ങൾ. ഇവിടെ 3 ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ സുരക്ഷാ ID. ഒരുപാട് ആളുകൾക്ക് പെൻഷൻ സുരക്ഷാ ID മെസ്സേജ് വന്നിരുന്നു. അങ്ങനെ പെൻഷൻ സുരക്ഷാ ID ആയിട്ട് അറിയുന്ന ആളുകൾക്ക് അവിടെ സുരക്ഷാ ID കൊടുക്കാം. ആ തിരയേണ്ട വിധം എന്ന് കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ ID കൊടുക്കാം. പിന്നീട് ഇപ്പോൾ ഇവിടെ കാണുന്ന 8060 എന്നുള്ള നമ്പർ, അത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അവിടെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവിടെ ആ നമ്പർ കൂടി അവിടെ ഫില്ല് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ആധാർ നമ്പറാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ, നമ്മൾ അപേക്ഷ കൊടുത്ത നമ്മുടെ ആധാർ നമ്പർ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ആധാർ എന്ന് കാണുന്ന ആ റൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നീല ഡോട്ട് കാണും. അവിടെ നിങ്ങൾക്ക് തിരയേണ്ട വിധത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കാം. അതിനുശേഷം താഴെ കാണിക്കുന്ന ആ നമ്പർ, ആ ചുവപ്പ് നമ്പർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ സ്മാർട്ട് ഫയൽ നമ്പർ, നമ്മൾ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾക്ക് ഫയൽ നമ്പർ ലഭിച്ചിരുന്നു. ആ ഫയൽ നമ്പർ അവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരാളുടെ ഫയൽ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ ഈ താഴെ കാണിക്കുന്ന ഈ നമ്പർ, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 8060 എന്നുള്ളതാണ്. അത് പല സമയങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അവിടെ ഈ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ തെറ്റായിട്ടാണ് അവിടെ നമ്പർ കൊടുക്കുന്നതെങ്കിൽ അവിടെ കാണിക്കുന്നത് തെറ്റായ കോഡ് രേഖപ്പെടുത്തിയത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കോഡ് കറക്റ്റായി തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് ഫയൽ നമ്പർ അപേക്ഷ കൊടുക്കുന്ന സമയത്താണെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ ഇപ്പോൾ ഞാനവിടെ കറക്റ്റായി തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തിരയുക എന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരാളുടെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം പ്രതിമാസ പെൻഷൻ തുക 1000 രൂപ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെൻഷൻ സ്റ്റാറ്റസ് അവിടെ ആക്റ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഫയൽ സ്റ്റാറ്റസ്, നമ്മുടെ ഫയൽ അത് അപ്രൂവൽ ആയിട്ടുണ്ട്. മസ്റ്ററിംഗ് സ്റ്റാറ്റസ് സമർപ്പിച്ചിട്ടില്ല. ഈ മസ്റ്ററിംഗ് ഇപ്പോൾ ആരും ചെയ്തിട്ടില്ല. സർക്കാരിൽ നിന്ന് ഒരു അറിയിപ്പ് എന്ന മുറയ്ക്കായിരിക്കും നമുക്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിതരണം തുടങ്ങിയ മാസം ഫെബ്രുവരി 2005 ഇവർക്ക് ഫെബ്രുവരി മാസത്തിലാണ് വിതരണം തുടങ്ങിയിട്ടുള്ളത്. ഡീറ്റെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നോക്കാം, ഇവർക്ക് പെൻഷൻ ഡിസബിലിറ്റി ആയ നമ്പർ, അതുപോലെ തന്നെ വിതരണം നടത്തിയ മാസം മാർച്ച് മാസത്തിലെ 2026 പെൻഷൻ അവർക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഫെബ്രുവരി മാസത്തെയും പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് 2 മാസത്തെയും പെൻഷൻ അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീണ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് അവർക്ക് പണം വരുന്നത്. ആ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന 2 അക്കവും അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസുകളും അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അവിടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വരുന്നുണ്ട്. ഫയൽ സ്റ്റാറ്റസ് അപ്രൂവലാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ളതാണെങ്കിലോ, അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ പണം എത്തിയിട്ടുണ്ടാവില്ല. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പണം എത്തിയ കാര്യം ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് അത് ഉപകാരപ്രദമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇപ്പോഴും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.